കൊന്നിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ എപ്പിസോഡ് 16 ആണ്. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കാണുന്ന എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാനടുത്ത് നമ്മുടെ ലീ മീൻസ് അങ്ങനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്, നീ നന്നായിട്ട് വളർന്നു പോയിട്ടോ, എനിക്ക് നിന്നെ മനസ്സിലായത് കൂടിയില്ല. ഇത് 2-3 ദിവസം മുമ്പുള്ള ഒരു കാര്യമാണ്. അല്ല, നീ എങ്ങനെയാണ് ഇത്ര പെട്ടെന്നുള്ളത്? ഏലിയൻസ് ഇങ്ങനെ വളരുമോ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു, നേരത്തെ എൻ്റെ സർവൈവലിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഞാൻ ചൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോഡി യൂസ് ചെയ്തത്. ഇന്ന് എൻ്റെ ഫ്രാഗ്മെൻറ്റ് തിരിച്ചു വന്നു, ഞാൻ എൻ്റെ സ്ട്രെങ്ത് റിഗെയിൻ ചെയ്തു. ഇനി എനിക്ക് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല, എൻ്റെ സ്ട്രെങ്ത് എനിക്ക് ഉള്ള കാരണം. അല്ല അപ്പോൾ പിന്നെ ഈ പാർക്ക് ഡൂജിൻ, പിന്നെ നീ എന്തിനാണ് ഒരു ഹണ്ടറായി മാറിയത്? അതിനൊക്കെ എന്നാ പറയുന്നത്? ഒരു പേര് അതെന്തായാലും എനിക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എനിക്ക് പബ്ലിക്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ഹണ്ടർ ആയതുകൊണ്ട് നിൻ്റെ കൂടെ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റുമല്ലോ, അത് ഏറ്റവും നല്ല കാര്യമല്ലേ? ഓ ശരിയാണ്. അപ്പം നീ ആ എയർപോർട്ട് ഇൻസിഡൻറ്റ് അതൊക്കെ നിൻ്റെ പരിപാടിയല്ലായിരുന്നു. അതിനെപ്പറ്റി വല്ലതും പറയാനുണ്ടോ? കാര്യം അന്ന് കുറച്ച് സിവിലിയൻ ഡാമേജ് ഒക്കെ ഉണ്ടായി. അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് കാരണമാണ് ഇപ്പോൾ ഈ പജു ഫീൽഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. അവിടുത്തെ ഫാക്ടറി എങ്ങനെ ഹണ്ടർ അസോസിയേഷൻ കണ്ടുപിടിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ രണ്ടുപേരും പേടും. അതൊന്നും വിഷമിക്കുന്നതും വേണ്ട. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഗിൽഡിലും ജോയിൻ ചെയ്തത്. അതിൻ്റെ അകത്തേക്ക് കയറുന്ന എല്ലാ ഹണ്ടേഴ്സിനെയും ഞാൻ എൻ്റെ ബിലീവേഴ്സാക്കി മാറ്റാൻ പോകുവാണ്. അതാണ് ഞാനവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഒരു സ്ട്രോങ് മൂവ് തന്നെയാണ് നീ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞതുപോലെ ലിം ടേക്ക് എന്ന എസ്രാങ് ഹണ്ടറിനെ കൊല്ലാൻ മറക്കണ്ട. ഞാനവനെ കണ്ടിരുന്നു, നീ പറഞ്ഞ ആ ഒരു മനുഷ്യനെ. എനിക്കെന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഞാനിപ്പോൾ അവനായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലീ മിൻസങ് പൊട്ടിച്ചിരിക്കുന്നതാണ്. പജു ഫീൽഡിലെ ആ ഒരു റെയ്ഡ് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ലീ മിൻസങ്, സ്റ്റാർഡസ്റ്റ് എല്ലാത്തിനും പറ്റി ഒരു സോളിഡ് എവിഡൻസ് തന്നെ അവിടെ നിന്ന് കിട്ടണം. അതിനുവേണ്ടി എൻ്റെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഹണ്ടറായിട്ടുള്ള ഹണ്ടർ മീഹോനെ ഞാനവിടേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിന് ഒരു അഡ്വാൻസ് ആയിട്ട് ഞാൻ ചോയ് ജോങ്ങിനെ പിന്നെ മറ്റൊരു എസ്റാങ്കിനെയും കൂടെ അവിടേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിലുപരി ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന ആ ഒരു എസ്റാങ്ക് പാർക്ക് ഡൂജിൻ, അവൻ എന്തിനാണിപ്പോൾ അവിടെ ചേർന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ ഗ്രിം റീപ്പർ ഗിൽഡിൽ ചേരുകയും ചെയ്ത് ഈ ഒരു ഫീൽഡിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പറയുകയും ചെയ്ത്. ഇതിന് എന്തൊരു പ്രശ്നമുണ്ട്? എനിക്ക് തോന്നുന്നു ഇതെല്ലാം ചിലപ്പോൾ ലീ മിൻസങ്ങിൻ്റെ പരിപാടിയായിരിക്കും. പക്ഷേ അതിലുപരി എന്നെ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യുന്നത് സുഹോ ഇതിൻ്റെ ഒരു എക്സിബിഷൻ ടീമിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതൊരു കോയിൻസിഡൻസ് ആണോ ഫെയ്ത്ത് ആണോ ഒന്നും തന്നെ അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ എന്തോ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹണ്ടർ മീഹോനാണ്. പുള്ളിക്കാരായിട്ട് കണ്ട എല്ലാ മോൺസ്റ്റേഴ്സിനെയും ഇടിച്ച് നശിപ്പിച്ച് ഒരു ഇതുമില്ലാതെ നേരെ എല്ലാത്തിനും നശിപ്പിച്ച് അങ്ങനെ അവിടെ നിൽക്കുവാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട്, ലീ മിൻസങ് അവൻ ഇതുവരെ ഒരു ബാറ്റിലും ജോയിൻ ചെയ്തിട്ടില്ല. വെറുതെ അല്ല, ഒരു എയർ റാങ്കാണെങ്കിൽ കൂടി അവൻ്റെ അഹങ്കാരം നോക്കിയേ. നീ എന്നാണ് വിചാരിച്ചത് ഈ ഹണ്ടേഴ്സൊക്കെ ഒരു ജോക്കാണെന്ന്? ഈ സമയത്ത് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പുറകിൽ നിന്ന് ഒരു അറ്റാക്ക് വരുന്നുണ്ട്. എന്നാൽ അവൾക്ക് മനസ്സിലായി പ്രശ്നമായെന്ന്. പക്ഷേ ആ സമയത്താണ് നമ്മുടെ അപ്പോസ്റ്റൽ അവിടേക്ക് വന്ന് ആ ഒരു ടീമിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഹണ്ടർ മീഹോ. അവനൊറ്റ ഒരു അറ്റാക്ക് കൊണ്ടാണ് ആ ഒരു ടീമിനെ, അതായത് ആ ഒരു സലമാൻഡറെ അവൻ ഡിഫീറ്റ് ചെയ്തത്. ഹണ്ടർ പാർക്ക് ഡൂജിൻ. ഞാൻ ഓർത്തത് ഇവൻ ചിലപ്പോൾ എസ്റാങ്ക് എന്ന് പറഞ്ഞ അഹങ്കാരം കൊണ്ട് നടക്കേണ്ട പയ്യനായിരിക്കും എന്നാണ്. കാര്യം അവൻ ക്യാഷ്വൽ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ അതങ്ങനെയല്ല. ഈ സമയത്ത് പുള്ളിക്കാരൻ എല്ലാവരും അവിടെ ഉണ്ടെന്ന് കുറേ മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നുണ്ട്. എസ്റാങ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ഹോൾ ഡിഫറെൻറ്റ് ലെവലാണല്ലേ. അങ്ങനെ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാവരും ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പരിപാടിയൊക്കെ അവർ നോക്കാനും പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ ഇവിടെ കുറച്ചധികം മോൺസ്റ്റേഴ്സ് കുറവാണല്ലോ. അത് പിന്നെ അങ്ങനെ ആയിരിക്കത്തില്ല ഹണ്ടർ മീഹോ, താങ്കൾക്കത് മനസ്സിലായില്ലേ? ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ഗിൽഡ് എപ്പോഴും ഇവിടെ റൂട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. അതായത് ഇവിടെയുള്ള മോൺസ്റ്റേഴ്സിനൊക്കെ ഞങ്ങൾ കൊന്ന് ഇതൊന്ന് സേഫ് ലെവലിൽ നിർത്താറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഈ ലോകത്തിന് ത്രെറ്റൊന്നുമല്ല. റൂട്ടീൻ ചെക്കപ്പോ അങ്ങനെ നോർമലി ഗിൽസ് ഒന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് മാത്രമല്ല ആരും തന്നെ ഇതിൻ്റെ അകത്ത് കയറാറുമില്ല ദിവസത്തിൽ. പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അതിനർത്ഥം ഇവിടെ ഡെഫിനറ്റ്ലി എന്തൊക്കെ വിയറായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ലീ മിൻസങ് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ബോസ് മോൺസ്റ്ററിൻ്റെ റൂമിലേക്ക് പോയാലോ? എത്ര തവണ വേണമെങ്കിലും നീയൊക്കെ തപ്പിക്കോ, പക്ഷേ ഒരു കുന്തോ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്കെതിരെ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഓൾറെഡി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെയുള്ള ഫാക്ടറി ഈ പജു ഫീൽഡ് അത് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നിനക്കൊന്നും അത് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, നിനക്കൊക്കെ മര്യാദക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ കാണിക്കുന്നത് 3 ടീമിനാണ്. ആർ പറയുന്നുണ്ട്, കോപ്പ് ഇത് മുഴുവൻ വേസ്റ്റ് ആണല്ലോ. അപ്പോസ്റ്റിൽ ഇവിടെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. എന്ത് കഷ്ടമാണല്ലേ. ഇത്രയധികം ഗുഡ്സ് ഇവിടെ ഉണ്ടായിട്ട് കൂടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ സമയത്ത് സ്റ്റാർഡസ്റ്റ് തന്നെ മേക്ക് ചെയ്യാം. ഈ സമയത്ത് സുഹോ അതിന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബെറു, നിനക്ക് തോന്നില്ലേ അകത്ത് ഏതൊരു ഡീമിൻ്റെ പ്രസൻസ് ഇല്ലേ? അത് യങ് മോണർസ്, അതിൻ്റെ അകത്ത് ഏതൊരു ഡീമുണ്ട്. പെട്ടെന്ന് സുഹോ ഒരു വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ ആയിട്ട് അവിടെ ഒരു ഡീമിൽ കൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ സുഹോ ഒന്ന് അവൻ്റെ തല നോക്കി ഒരു കീടിലം പഞ്ച് ചെയ്ത് ആ
തല തന്നെ അവൻ്റെ ശരീരത്തിൽ നിന്ന് തെറിപ്പിച്ച് കളയുന്നുണ്ട്. ബാക്കിയുള്ള 2 ഡീമൺസ് ഞെട്ടിപ്പോയി ഈ തല ദൂരത്ത് പോയി തെറിക്കുന്നുണ്ട്. അങ്ങനെ സുഹോ അവിടെ വന്ന് നിപ്പോണ്ട്. യങ് മണർച്ച് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഐ മീൻ താങ്കളുടെ സ്ട്രെങ്തിനെ പറ്റിയാണ്. താങ്കൾ ഒറ്റ അറ്റാക്കിലാണ് ആ ഒരു ടീമിൻ്റെ തല അങ്ങനെ തെറിപ്പിച്ച് കളഞ്ഞത്. ഒന്നുമില്ലെങ്കിലും ആ റെപ്റ്റൈലായിട്ടുള്ള ആ ഡെയിലി ക്വസ്റ്റ് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇവന്മാർക്കൊരു മൈൻഡ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇവിടുത്തെ റോ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. ബ്ലാക്ക് മാസ്ക് അല്ലേ? സോ നീയാണ് അപ്പോസ്റ്റൽ മെൻഷൻ ചെയ്ത ആ ഒരു ഹണ്ടർ അല്ലേ? പെട്ടെന്നാണ് പുള്ളിക്കാരൻ്റെ രൂപം മാറാൻ തുടങ്ങിയത്. എന്നിട്ട് സുഹുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുവാണ്. നീ എന്തായാലും ഇവിടേക്ക് വന്നത് നന്നായി. അപ്പോസ്റ്റലിന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മോൺസ്റ്റർ തൻ്റെ പുതിയ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. കോപ്പ് ഇത് എത്ര മൈൻഡ് ചെയ്തിട്ട് തീരുന്നില്ലല്ലോ. ഇതെങ്ങനെയാണ് ഇത്രയധികം മാജിക് ക്രിസ്റ്റൽസ് ഇവിടെ വന്നത്? ഒന്നുമില്ലെങ്കിൽ ഇതൊരു ഗിൽഡല്ലേ മാനേജ് ചെയ്യുന്നത്. ഈ സാധനമൊക്കെ വിറ്റാലല്ല ഗിൽഡിന് പൈസ കിട്ടത്തുള്ളൂ. ഇനി അവർക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അതൊക്കെ ഉണ്ടെങ്കിട്ടെ ഞാൻ കേട്ടത് ഒരു ഇ റാങ്കിനെ നമ്മുടെ കൂടെ ഇവിടേക്ക് അയച്ചെന്നാണ്. ഒരു ഇ റാങ്കിന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ബി റാങ്ക് ഗേറ്റിലേക്ക് ഇവന്മാർ എന്തുമല്ല തിങ്ക് ചെയ്യുന്നത്. അവൻ കുറച്ച് യങ്ങാണ്, പക്ഷെ അവനങ്ങനെ പറയാൻ വേണ്ട. അവൻ അത്യാവശ്യം നന്നായിട്ട് എൻ്റെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. താങ്കൾ അവനെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുവാണ്. അങ്ങനെയല്ലടാ. അല്ല ഒന്നുമില്ലെങ്കിൽ ആ ന്യൂബിനെ താങ്കൾ എവിടെയാണ് പ്ലേസ് ചെയ്തത്? ഡെഞ്ചിൻ്റെ ഏറ്റവും അറ്റത്ത്, അതായത് എൻട്രൻസിൻ്റെ അടുത്ത്. അവിടെയാണല്ലോ സേഫ് ആയിട്ടുള്ളത്. കൊള്ളാം. എന്നിട്ട് എന്നെ എപ്പോഴും ഈ ഫ്രണ്ട് ലൈനിൽ കൊണ്ടിടുകയും ചെയ്യല്ലേ. അവൻ എന്തായാലും കുറച്ച് കഷ്ടപ്പെടും. കാര്യം അവിടെ കുറച്ചധികം മാന ക്രിസ്റ്റൽസ് ഉണ്ട്. പിന്നെ കാണിക്കുന്നത് അവിടെയുള്ള എല്ലാ മാന ക്രിസ്റ്റൽസും പൊട്ടിച്ച് ഒരു ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ സുഹു ആ ഒരു ഡീമൺസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. യങ് മണർച്ച് അവൻ്റെ മാജിക്ക് നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് മനസ്സിലായടാ. അവൻ്റെ സ്റ്റാക്ട് നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. ഇൻഫാക്റ്റ് അന്ന് നമ്മൾ കണ്ട റാൻഡോൾഫ് എന്ന് പറഞ്ഞ ആ ഒരു റാങ്ക് ഹണ്ടർ അല്ലേ, അവൻ്റെ അത്രയും തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹണ്ടർ അസോസിയേഷൻ ഗ്രിം റീപ്പറുകളോട് ഇത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കളക്ടിങ് ടീമിലേക്ക് കയറിയത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴാണ് എനിക്ക് ആ ഡൗട്ട് വന്നത്. ചിലപ്പോൾ ഹണ്ടർ അസോസിയേഷനും ഈ സ്റ്റാർഡസ്റ്റിനെ പറ്റി അറിഞ്ഞു കാണും. ഇനി അങ്ങനെ അവർ ലീ മിൻസിങ്ങുമായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് പങ്കിടുന്നുണ്ടോ? പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോസ്റ്റലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടാൻ കുറച്ചധികം പാടായിരിക്കും. നീ മര്യാദക്ക് പറഞ്ഞോ, അപ്പോസ്റ്റൽ എവിടെയാണ്? അപ്പോസ്റ്റൽ എവിടെയാണ്? ഇനിത്തെ ധൈര്യം കൊണ്ടിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ട് കൊടുത്തേക്കാം. എന്നിട്ട് സുഹനെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ ടെൻറ്റിക്കിൾസ് യൂസ് ചെയ്ത് സുഹനെ വട്ടം പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ നിന്നെ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നിന്നെ തല്ലി കൊല്ലുന്ന പരുവത്തിലാക്കി ഒരു കോമ സ്റ്റേജിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം എന്തായാലും എൻ്റെ ടെൻറ്റിക്കിൾസ് നിന്നെ പിടിച്ചുകൊണ്ട് നിനക്കൊരിക്കലും എൻ്റെ ഓവർ സ്ട്രെങ്തിൻ്റെ ഫ്രണ്ടിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. എന്ത് ഓവർവെല്ലിംഗ് സ്ട്രെങ്തോ? പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമട്ടിനാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ താങ്കൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നു ഇതുവരെ ആലോചിച്ചത് പോലില്ല. അത് വെറും 5 ദിവസം കൊണ്ട്. യങ് മണർച്ച് താങ്കളുടെ ബോഡി ശരിക്കും സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണല്ലേ? പെട്ടെന്ന് പുള്ളിക്കാരൻ നേരെ താഴത്തേക്ക് വീഴുവാണ്. അയ്യോ, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു ഡിസിഷനാണെന്ന് തോന്നുന്നു. എൻ്റെ സ്റ്റാറ്റൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഡെയിലി ക്വസ്റ്റ്യൻ നന്നായിട്ട് പോകുന്നുണ്ട്. എൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് സുഹോയുടെ സ്ട്രെങ്ത് ഏകദേശം 20% ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അമട്ട് പറയുന്നുണ്ട്, യങ് മണർച്ച് ഞാൻ താങ്കൾക്ക് ഒരു വാക്ക് തരുവാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയുള്ള മനുഷ്യൻ ഇപ്പോൾ താങ്കളാണ്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു മോൺസ്റ്ററിൻ്റെ ടെൻറ്റിക്കിൾസ് ഉണ്ടല്ലോ, അത് കഷ്ണങ്ങളായിട്ട് നമ്മുടെ സുഹോ വലിച്ചു കയറുന്നുണ്ട്. അതായത് സുഹോൻ്റെ സ്ട്രെങ്ത് കറൻ്റ് നേരത്തെ 77 ആയിരുന്നല്ലോ, ഇപ്പം 120 ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടാകുന്ന 2 മോൺസ്റ്റേഴ്സിനെ അവനങ്ങോട്ട് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ആ മെയിനുള്ള മോൺസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു തവണ കൂടെ നിന്നോട് ചോദിക്കും, എവിടെ ഇറ്റാറംസിൻ്റെ അപ്പോസ്റ്റലെവിടെ? ഈ സമയത്ത് ആ മോൺസ്റ്റർ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ ചത്താലും നിന്നോട് പറയത്തില്ല. അങ്ങനെയാണെന്നൊന്ന് ചോദിച്ചുകൊണ്ട് നേരെ ആ മോൺസ്റ്ററിൻ്റെ തലയെ കയറി പിടിച്ച് അതിങ്ങോട്ട് വലിച്ച് പറിച്ചെടുക്കും. അറ്റാക്കൊന്നുമില്ല, ജസ്റ്റ് വലിച്ച് പറിച്ചിങ്ങോട്ട് എടുക്കും. എന്നിട്ട് തൻ്റെ അറ്റാക്ക് യൂസ് ചെയ്ത് ആ ഒരു മോൺസ്റ്ററിൻ്റെ ബോഡി കഷ്ണങ്ങളായിട്ട് മുറിച്ച് കളയുകയും ചെയ്യും. ഇവൻ ആരാണ്? ഇവൻ്റെ സ്ട്രെങ്ത് എനിക്ക് കണ്ടിട്ട് അതുപോലെ തന്നെ തോന്നുമല്ലോ. നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാര്യം നീ ചത്താലും ജീവിച്ചാലും എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ബെറൂന്ന് പറഞ്ഞിട്ട് ബെറൂന് അത് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോസ്റ്റിൽ സത്യം പറഞ്ഞാൽ എനിക്ക് താങ്കളൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ താങ്കളുടെ സാഹചര്യം കൂടി ഞാൻ എന്തായാലും ലാൻഡർ ഹൗസ് ഹോൾഡിനെ ഡിഫീറ്റ് ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു. എന്തായാലും താങ്ക്സ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നിടത്ത് വേറെ അതിനെ കയറി കഴിക്കുന്നുണ്ട്. ഈ സമയത്താട്ടെ നമ്മുടെ ഇസേലുണ്ട്, പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ പവർ റീഗെയിൻ ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിക്കാരുടെ ബോഡി വീണ്ടും ലൈറ്ററായിട്ട് മാറിയിട്ടുണ്ട്. ബെറുവിന് ആ ഒരു ഒക്ടോപ്പസിനെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട് അവൻ ചവച്ചരച്ച് തിന്നുന്നുണ്ട്. ബെറു എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റാർത്തിൻ്റെ അപ്പോസിറ്റ് ഒരു ഷൈനിങ് ലൈറ്റ് പോയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല അവനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. സോ അതും ഒരു ഡെഡ് എൻഡ് തന്നെയാണ്. ഞാനിവിടേക്ക് വന്നത് ഒരു നല്ലൊരു ചാൻസ് അല്ലായിരുന്ന. എന്തായാലും ഈ സ്റ്റാർഡസ്റ്റ് ഫാക്ടറി എനിക്കിന്ന് പൂട്ടാൻ പറ്റുമല്ലോ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് സേഫ്റ്റിയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ ഇറ്റാർത്തിൻ്റെ അപ്പോസ്റ്റൽസിന് ആ ഒരു കാര്യം മനസ്സിലായത്.
ഡീമൻ, ആ ഒരു ഡീമൻ്റെ പ്രസൻസ് പോയിരിക്കുന്നു. സോ ഹണ്ടേഴ്സ് ഇവിടെ മാത്രമല്ല അവിടേക്കും പോയിട്ടുണ്ടോ? അങ്ങനെ പജുവില്ലിൻ്റെ മോൺസ്റ്റർ റൂമിൻ്റെ ഫ്രണ്ടിലാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ഇതെന്തുവാണ്, എനിക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ. ഞാൻ അറിഞ്ഞത് സ്റ്റാർഡസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മെയിനുള്ള ഫാക്ടറി ഈ ഒരു പജു ഫീൽഡിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. അവൾ ശരിക്കും പെട്ട്. അവൾക്കൊരു കുന്തം കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ നോക്കിയേ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള ഹണ്ടേഴ്സിനെ ബ്രെയിൻ വാഷ് ചെയ്യണമെന്നില്ലേ, അത് നമുക്ക് മാറ്റിയേക്കാം. കാര്യം ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കും വലിയ ഇഷ്യൂസ് ഒന്നും കാണത്തില്ല. ഇത് കേൾക്കുന്ന അറ്റാറംസ് പറയുന്നുണ്ട് അതെനിക്ക് പറ്റത്തില്ല. ഈ സമയത്ത് അവൾ പറയും ചെയ്യും, എന്തായാലും ഇത് ഒരു ഡെഡ് എൻഡ് ആണെന്ന് തോന്നുന്നു. ഇനി എന്തായാലും ഫ്രണ്ടിലേക്ക് പോയാൽ മാത്രമേ വേറെ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. നമുക്ക് എന്തായാലും അകത്തേക്ക് പോയാലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ലീ മിൻസങ് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ചെയ്തത്? ഞാൻ നിന്നോട് ഓൾറെഡി ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവിടേക്ക് വരുന്ന എല്ലാ ഹണ്ടേഴ്സിനെയും ഞാൻ എൻ്റെ ഫോളോവേഴ്സാക്കി മാറ്റുമെന്ന്. ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാ. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അത് കുറച്ച് സ്ട്രേഞ്ച് അല്ലായിരുന്ന? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഒരു റാങ്ക് ഹണ്ടറാണ്. നീ എന്തിനാണ് ഒരു റാങ്ക് ഹണ്ടറിനെ ഡിഫീറ്റ് ചെയ്യാൻ പറയുന്നത്? അതെന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമല്ലായിരുന്ന? ഈ സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ലിം തേങ്ങിയുടെ കയ്യിൽ വരെ എത്തിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. ഈ സമയത്ത് തന്നെ നീ ഒരു സ്ട്രോങ്ങർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നീ എൻ്റെ നേരെ വരുവാണ്. നീ ചത്താലും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തിരിഞ്ഞു കിടന്ന് കാറാന്നെടുത്ത്. പുള്ളിക്കാരൻ്റെ ചുറ്റും ആരും തന്നെ ഇല്ലായിരുന്നു, ഒരു മഞ്ഞ ലൈറ്റ് മാത്രം. തിരിഞ്ഞ് നോക്കാൻ നേരത്താണ് ആ ഒരു ഓവർ വെല്ലിംഗ് സ്ട്രെങ്തിൻ്റെ ഫ്രണ്ടിൽ പുള്ളിക്കാരന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എങ്ങനെ അടുത്ത ആളെ നോക്കുമല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർക്ക് ഡൂജിനും അതേപോലെ ലീ മിൻസങ്, അതായത് കൺട്രോൾ ചെയ്യപ്പെട്ട ലീ മിൻസങ്ങും ഇപ്പം നേരെ ഹണ്ടർ മീഹോടെ പുറകെ പോകുവാണ്, അവളെ ഒരു ബിലീവർ ആക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.